ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് നാളെയും മറ്റന്നാളും വിശേഷം ഇല്ല, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷവുമായിട്ട് വന്നത്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സ് വരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ ഇനി ഇപ്പം നടക്കാൻ പോകുന്ന കുറേ സംഭവങ്ങൾ നമ്മുടെ രേവതിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ കുറച്ച് ഘട്ടങ്ങളിലൂടെയാണ് രേവതി കടന്നു പോകുന്നത്. സച്ചി ആണെങ്കിലും അതുപോലെ തന്നെയാണ്. സച്ചിക്ക് പുറത്ത് കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കുന്നില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സച്ചിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരത്തെ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു വൃത്തികേട് നമ്മുടെ സച്ചിക്ക് സഹിതം ദോഷം ചെയ്യണം. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ ശരത്ത് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. രേവതി ശരത്തിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. പക്ഷെ രേവതിക്കൊന്നും അറിയില്ല. എല്ലാവരും ഓർത്തിരിക്കുന്നത് ബൈക്കിൽ നിന്ന് വീണപ്പോഴുണ്ടായ അപകടത്തിൽ നമ്മുടെ ശരത്തിന്റെ കൈ തിരിഞ്ഞു പോയി എന്നതാണ്. ഏതായാലും രേവതി നേരെ സച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ രേവതി സച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, സച്ചേട്ടാ ഇങ്ങോട്ടേക്ക് വരണം, ഞങ്ങൾ 3 പേരും ഉള്ളൂ, ആണുങ്ങളായിട്ട് ഇവിടെ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞപ്പം അത് പിന്നെ രേവതി എനിക്കിവിടെ ഓട്ടോ ഉണ്ട്, എനിക്ക് ഓട്ടത്തിന് പോകാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതെന്താ സച്ചേട്ടൻ അങ്ങനെ പറയുന്നത്? സച്ചേട്ടനല്ലേ, വേറെ ആരെങ്കിലും എനിക്കുണ്ടോ? അപ്പൊ പിന്നെ സച്ചേട്ടനല്ലാതെ ഞാൻ വേറെ ആരെയാ വിളിക്കുന്നത്? രേവതി, എനിക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വരാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ബൈക്കിൽ നിന്ന് വീണു, അവിടെ വീണു, ഇവിടെ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, അത്ര തന്നെ. ഇത് രേവതി നീ വെച്ചോ, നീ അവിടെ ഉണ്ടല്ലോ, അത് മതിയല്ലോ, നിങ്ങൾ 3 പെണ്ണുങ്ങളുണ്ടല്ലോ, അത് മതിയല്ലോ, വെച്ചോളാൻ പറഞ്ഞു. രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ട് രേവതിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഇതെന്താ സച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്? സച്ചി അങ്ങനെ ഒരിക്കലും പറയുന്നതല്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ദേവു ഒന്ന് ചോദിച്ചു, സച്ചേട്ടൻ എന്താ പറഞ്ഞത്, സച്ചേട്ടൻ വരുമോ എന്ന് ചോദിച്ചപ്പം വരും ദേവു, സച്ചേട്ടൻ വരൂ, ഇപ്പോൾ ഓട്ടത്തിലാന്ന് പറഞ്ഞു. അപ്പം ലക്ഷ്മി പറഞ്ഞു, എന്തിനാ വെറുതെ മോനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, വേണ്ടായിരുന്നു, അവന് ഓട്ടം കാണുമെങ്കിൽ ഓട്ടം പൊക്കോട്ടെ. ഇപ്പോൾ ഓട്ടം പൊക്കോണ്ടിരിക്കുമേ, വരും എന്നാ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ലോ നമ്മുടെ രേവതിക്ക്. അപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ ശരത്ത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ശരത്തിന് ചെറിയ പേടിയുണ്ട്, ഇനിയിപ്പോൾ രേവതി എന്തെങ്കിലും അറിഞ്ഞോ എന്ന്. അപ്പൊ ശരത്ത് ഇടയ്ക്ക് ചോദിക്കുകയാണ്, അല്ല സച്ചേട്ടൻ എന്താ പറഞ്ഞത്, സച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ രേവതി ചേച്ചി എന്നിങ്ങനെ ചോദിച്ചു. അപ്പം രേവതി പറഞ്ഞു, ഇല്ല, അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല വരുവോ ഇല്ലയോ എന്ന് വല്ലതും പറഞ്ഞോ എന്നാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ ഇപ്പോൾ ഓട്ടത്തിലല്ലേ, വരുമായിരിക്കും, വേറൊന്നും എന്നോട് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ആകെപ്പാടെ കൺഫ്യൂഷനായി പോയി നമ്മുടെ സച്ചിക്കല്ല രേവതിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഏതായാലും നമ്മുടെ രേവതി നേരെ സച്ചിനെ കാണാൻ പോയി. ഇതൊക്കെ എന്താണ് തൻ്റെ ആങ്ങളെനെ കാണാൻ വരാത്തതെന്ന് അറിയണമല്ലോ. കാരണം സച്ചി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കേസുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞ് ചെല്ലുന്നതാണല്ലോ. അതും പ്രത്യേകിച്ച് സച്ചിയുടെ സ്വഭാവം അങ്ങനെയാണ്. ഒരാൾക്ക് അപകടം പറ്റി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഓടി ചെല്ലുന്ന ഒരു സ്വഭാവത്തിലുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്ക് അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രേവതി രണ്ടും കൽപ്പിച്ചിട്ട് ചെല്ലുകയാണ്. നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക് ചെന്നു. അപ്പൊ അവിടെ മഹേഷ് ഉണ്ടായിരുന്നു. മഹേഷിനോട് ചോദിക്കുകയാണ്, ഇതെന്താ സച്ചേട്ടൻ വരാതിരുന്നത്, സച്ചേട്ടൻ എന്ത് പണിയാ സച്ചേട്ടൻ കാണിച്ചത്, ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം മഹേഷിനൊന്നും വിട്ടു പറയാൻ പറ്റുന്നില്ല. അപ്പം വീണ്ടും നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി നീ പൊക്കോ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഓട്ടം ഉണ്ട്, ഇപ്പൊ ഒരു ഓട്ടം ഉണ്ട്, ആ ഓട്ടം കഴിഞ്ഞ് ഞാൻ വന്നോളാന്ന് പറഞ്ഞല്ലോ, നീ ഇപ്പൊ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ രേവതിനെ പറഞ്ഞു വിടും. അപ്പൊ രേവതിക്ക് വീണ്ടും ഇങ്ങനെ ഡൗട്ട് അടിക്കുകയാണ് കേട്ടോ. ഇതെന്ത് സച്ചേട്ടൻ ഇങ്ങനെ പെരുമാറുന്നുള്ള രീതി, തൻ്റെ വീട്ടുകാർക്ക് ഒരു ആപത്ത് വന്നപ്പോൾ വേണ്ട ഒരാളാണല്ലോ സച്ചി, എന്നിട്ട് സച്ചി അതെന്താ വരാത്തത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. പക്ഷെ സത്യാവസ്ഥ നമ്മുടെ സച്ചിക്കല്ലേ അറിയത്തുള്ളൂ, രേവതിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ സമയമാണെങ്കിൽ നമ്മുടെ രേവതി വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ രവീന്ദ്രനോട് കാര്യം പറഞ്ഞു കേട്ടോ. ഇങ്ങനെയാണ് അച്ഛാ, സച്ചേട്ടൻ എന്താ അത് വരാതിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല, ഇങ്ങനെയാണ്, സച്ചേട്ടൻ ഇതുവരെ വന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും, നമ്മുടെ രേവതി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഓട്ടം പോവാന്ന് പറയുന്ന സച്ചി വീട്ടിലുണ്ട്. അപ്പൊ പെട്ടെന്ന് രേവതി ചോദിച്ചു, ഇതെന്താ സച്ചേട്ടൻ ഓട്ടം പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ സച്ചേട്ടൻ എന്താ ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എനിക്ക് വരാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ചന്ദ്രയ്ക്ക് അങ്ങ് സന്തോഷമായില്ലേ. ചന്ദ്ര
പതുക്കെ ഇങ്ങനെ ശ്രുതിയോർ പറഞ്ഞു, എന്തോ രസമില്ലായ്മയുണ്ട്, തുടങ്ങി 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 നമ്മൾ പ്രതീക്ഷിച്ച വഴക്ക് തുടങ്ങി, 10 ദിവസം തലയിലെടുത്ത് വെച്ചോണ്ട് നടന്നില്ലേ, ഇപ്പൊ അവളെ താറയിലിട്ട് ചവിട്ടി തൂക്കും, അത് നമുക്ക് കാണാം എന്നിങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പൊ രേവതി വൈലന്റ് ആയിട്ടോ. രേവതി പറഞ്ഞു, സച്ചേട്ടൻ ഇവിടെ കയറിയിരിക്കുന്ന സമയം കൊണ്ട് സച്ചേട്ടനൊന്ന് എന്റെ അനിയനെ എന്താ സംഭവിച്ചെന്നൊന്ന് വന്ന് നോക്കിക്കൂടെ, ഇതെന്താ സച്ചേട്ടാ, ബന്ധങ്ങൾ എന്ന് പറയുമ്പം അങ്ങനെയല്ലേ അല്ലേ അച്ഛ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ വഴക്ക് പറയുക, എന്താണ് സച്ചി നീ കാണിക്കുന്നത്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്തുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നത്, നിനക്കിതെന്താ സംഭവിച്ചത്, നീ എന്താ പോകാത്തത്, ഓഹോ അത് കൊള്ളാലോ, അതെ മര്യാദയ്ക്ക് നാളെ രാവിലെ വെളുപ്പിന് ചെന്നോണം, ഹോസ്പിറ്റലിൽ പോയി നോക്കിക്കോണം, നിന്നെ അവര് ഒരു മോനായിട്ടല്ലേടാ കാണുന്നത്, അവർക്ക് പിന്നെ വേറെ ആരാ ഉള്ളത്, വേറെ ആരെങ്കിലും ഉണ്ടോ, എടാ സച്ചി ഇതേ ഞാനാ പറയുന്നത്, നാളെ രാവിലെ വിട്ടു പൊക്കോണം, രാവിലെ ഹോസ്പിറ്റലിൽ പോയി കണ്ടോണം എന്ന് പറഞ്ഞു. അപ്പൊ സച്ചിക്ക് അച്ഛൻ പറഞ്ഞതുകൊണ്ട് രവീന്ദ്രൻ പറഞ്ഞത് കൊണ്ട് പോവാതിരിക്കാൻ പറ്റുമോ, ഇല്ലല്ലോ. അപ്പൊ സച്ചി, എങ്കിൽ പിന്നെ ഞാൻ പൊക്കോളാം, ഞാൻ നാളെ രാവിലെ പൊക്കോളാം അച്ഛാന്നിങ്ങനെ പറയാണ്. ഏതായാലും രേവതി പിന്നെ കൂടുതൽ ചോദിക്കാനൊന്നും നിന്നില്ല കേട്ടോ, കാരണം രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി, സച്ചിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് രാവിലെ നേരം വെളുത്തിട്ട് നമ്മുടെ സച്ചി നേരെ ചെല്ലുകയാണ് എങ്ങോട്ടേക്ക്, ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ നമ്മുടെ ശരത്ത് ഒറ്റയ്ക്കായിരുന്നു അവിടെ കിടന്നുകൊണ്ടിരുന്നത്, വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ശരത്തിന്റെ നേരെ ചെന്നിട്ട്, എടാ എങ്ങനെയുണ്ടാന്ന് ചോദിച്ചു. അത് പിന്നെ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ചോദിച്ചപ്പോ, പിന്നെ ഞാൻ നിന്നെ പിടിച്ച് ഉമ്മ വെക്കണമായിരുന്നോ, അതെ സച്ചേട്ടൻ ചെയ്ത് മോശമായി പോയി, സച്ചേട്ടൻ എന്തിനാ എന്റെ കൈ പിടിച്ച് തിരിച്ചത്, അല്ല ഞാൻ സച്ചേട്ടനെ അല്ലല്ലോ അടിച്ചത്, സച്ചേട്ടന്റെ കൂട്ടുകാരനെ അല്ലേ അടിച്ചത്, എന്റെ കൂട്ടുകാരനെ സച്ചേട്ടന്റെ കൂട്ടുകാരനെ അടിച്ചപ്പോ എന്തിനു സച്ചേട്ടൻ കയറി ഇടപെട്ടു, അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ, ഓഹോ ഇപ്പൊ അതല്ലേ കാര്യം, എടാ നീ എന്തിനാടാ അവന്റെ പുറകെ നടന്ന് ഈ പലിശ പിരിവെന്നും പറഞ്ഞ് നടക്കുന്നത്, നിന്നെ ഓർത്ത് നിന്റെ വീട്ടുകാർക്ക് എന്തൊക്കെ സ്വപ്നം ഉണ്ടെന്ന് അറിയാമോ, എടാ നീ ഒന്ന് മനസ്സിലാക്ക, രേവതി ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാ, അവൾക്ക് സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല, അവളോട് ഞാൻ അവളുടെ ആഗ്രഹം എന്താന്ന് ചോദിച്ചപ്പോ അവള് പറയുന്നത് എന്താന്നോ, നിന്നെ പഠിപ്പിച്ച് വലുതാക്കി നിന്നെ ഒരു നല്ലൊരു നിലയിലെത്തിക്കണം, ദേവുവിനെ നല്ലൊരു നിലയിലെത്തിക്കണം, നിന്റെ കുടുംബത്തിൽ നിന്നോടുള്ള പ്രതീക്ഷ എല്ലാവർക്കും എന്താണെന്ന് നിനക്ക് അറിയാമോടാ, എന്നിട്ടാണോ നീ ഈ പ്രവൃത്തി ചെയ്തത്, ഞാൻ എന്ത് പ്രവൃത്തി ചെയ്തതാ സച്ചേട്ടൻ ഈ പറയുന്നത്, ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, ഞാൻ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോയി, ഈ ജോലിക്ക് എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്, എനിക്ക് ഈ ജോലിക്ക് കുഴപ്പമുണ്ടെന്നൊന്നും തോന്നുന്നില്ലേ, അതെ ഈ ജോലി കാരണമോ നീ മഹേഷിന് തല്ലിയത് കാരണമോ ഒന്നുമല്ല നിന്റെ കൈ ഞാൻ ഈ വിധത്തിലാക്കി വെച്ചത്, അതെന്താണെന്ന് നിനക്ക് അറിയണോ, അറിയിക്കാം എന്നും പറഞ്ഞ് ആ ഫോൺ എടുത്ത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കൊണ്ട് പോകുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ അങ്ങ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് ഞെട്ടിപ്പോയി നമ്മുടെ ശരത്തിന് എന്തു പറയണമെന്നറിയില്ല. ഏതായാലും ശരത്തിനോട് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ നിന്റെ കൈ എന്തിനാ ഞാൻ ഈ തിരിച്ചോടിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓഹോ ഇതിനാണോ, ഇത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല സച്ചേട്ടാന്ന് പറഞ്ഞു. അതെന്താണ് അത് എനിക്ക് തോന്നാത്തത്, എടാ ഇത് തെറ്റല്ലേടാ, ഒരാളുടെ മുതൽ മോഹിക്കുന്ന തെറ്റല്ലേടാ, നീ എന്തിനാടാ നീ ഈ മോഷ്ടിക്കാൻ പോയത്, നീ എന്തിനാ നീ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഓക്കെ, നീ എന്തിനാണ് അതിന്റെ കൂടെ തട്ടിപ്പറിക്കാനും പിടിച്ചു പറിക്കും പോകുന്നത്, അല്ലാതെ ജീവിക്കത്തില്ലേ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശരത്തിന്റെ മനസ്സിലിരിപ്പ് അങ്ങോട്ട് വെളിയിൽ വന്ന് ശരത്ത് പറഞ്ഞു, എന്താ സച്ചേട്ടൻ കരുതിയത്, ഈ കാലത്ത് പൈസ ഇല്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ, എന്റെ ചേച്ചിക്ക് സച്ചേട്ടന്റെ വീട്ടിലൊരു വിലയുണ്ടോ, നിലയുണ്ടോ, ബാക്കി 2 മരുമക്കൾക്ക് വിലയും നിലയും കൊടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് അത് വേറൊന്നും കൊണ്ടുമല്ല, സച്ചേട്ടന്റെ ഭാര്യ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട്, എന്റെ ചേച്ചിക്ക് ഒരു നിലയും വിലയും ഇല്ലാത്തത്, എന്റെ ചേച്ചി പാവപ്പെട്ടവളായതുകൊണ്ട്, പൈസ ഇല്ലാത്തത് കൊണ്ട്, പണം ഇല്ലാത്തത് കൊണ്ട്, ഈ പണം എവിടെ ഇല്ലാതായോ അവിടെ എനിക്ക് സമ്പാദിക്കണം, അതിനുവേണ്ടി പിടിച്ചു പറിക്കാനും കക്കാനും ഒന്നിനും എനിക്ക് മടിയില്ല, കാരണം സമൂഹത്തിൽ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യും, അതിപ്പോ സച്ചേട്ടൻ ചോദിക്കാനൊന്നും വരണ്ട, എനിക്ക് എപ്പോഴും സമൂഹത്തിൽ താന്നു കിടക്കാൻ പറ്റില്ല, നിലയും വിലയും ഉണ്ടാകണമെങ്കിൽ പണത്തിന് പണം തന്നെ വേണം, ആ പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു തന്നെ ഇറങ്ങിയതെന്ന് പറഞ്ഞപ്പം, എടാ ശരത് നീയാണോടെ ഈ പറയുന്നത്, നീ എന്താണ് ഈ സംസാരിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോഴത്തേക്ക് ശരത് പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, സച്ചേട്ടനൊരു ചെറിയൊരു താലിമാല മേടിച്ചുകൊണ്ട് കൊടുത്തു, ഇനി എന്തൊക്കെയോ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് എത്ര വർഷം, 10-20 വർഷം കഴിഞ്ഞാലും സച്ചേട്ടൻ അതെല്ലാം കൂടെ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ, ഇല്ലല്ലോ,
കാരണം എന്താ, ഒരു ഡ്രൈവർ ജോലി ചെയ്യുന്ന ആൾക്ക് അതേ പറ്റത്തുള്ളൂ. എടാ അതും മതിയിടാ, ഞാൻ ജോലി ചെയ്ത് എന്റെ കുടുംബം അന്തസ്സായിട്ട് നോക്കുന്നു, അതുപോരെ, അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ജോലി ചെയ്ത് കുടുംബം അന്തസ്സായിട്ട് നോക്കുന്നു, എന്നിട്ടാണല്ലോ വീട്ടില് എല്ലാവരും സച്ചേട്ടനെ രേവതി ചേച്ചീനെ ഒക്കെ കൂടി ഇങ്ങോട്ട് ചവിട്ടി പിഴിയുന്നത്. ബാക്കിയുള്ളവർ അങ്ങനെ ചവിട്ടി പിഴിയുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാ? അവർക്ക് പണം ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് പണത്തിന്റെ വിലയെ എന്താണെന്ന് ഈ ശരത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ശരത്ത് ഈ വഴി തെരഞ്ഞെടുക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ആര് പറഞ്ഞാലും അത് മാറ്റാനും പോകുന്നില്ല. പിന്നെ ഞാൻ ഈ കൈ തിരിച്ച് ഓടിച്ചത് സച്ചേട്ടനാന്ന് പറഞ്ഞാലേ അത് സഹിക്കുന്നു തോന്നുന്നുണ്ടോ രേവതി ചേച്ചി? നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ഈ വീഡിയോ എനിക്ക് കാണിക്കാൻ അറിയാം. ഈ വീഡിയോ കാണിച്ചിട്ട് എനിക്ക് പറയാൻ അറിയാം. പിന്നെ അവരെല്ലാം വേദനിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട ശരത്തെ ഞാൻ ഈ വീഡിയോ കാണിക്കാത്തത്. അല്ല നിന്നോടുള്ള സിമ്പതി കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നും അല്ല. അവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് നിന്നെ കുറിച്ച്. അതുകൊണ്ടാണ്. ഏതായാലും ഇനി നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വന്നത് വന്നു, ഞാൻ പോവാന്നും പറഞ്ഞു പോയി കേട്ടോ. നമ്മുടെ സച്ചി അവിടെ നിന്ന് നേരെ വന്ന് കണ്ടിട്ട് പോവാണ്. സച്ചിക്ക് വല്ലാത്തൊരു വിഷമമായി പോയിട്ടോ. കാരണം ശരത്ത് പറഞ്ഞു മനസ്സിലാക്കാം എന്നൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു സച്ചിക്ക്. അതും കൈവിട്ട് പോയി കഴിഞ്ഞപ്പോൾ സച്ചി വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. സച്ചി നേരെ ചെന്ന് ഇച്ചിരി മദ്യപിച്ചിട്ടാണ് മഹേഷിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ സമയത്താണ് ഡോക്ടർ നേരെ രേവതിനെ വിളിപ്പിച്ചിട്ട് ഡോക്ടർ രേവതിയോട് പറയുകയാണ്, ഇത് വേറെ എങ്ങനെയോ അല്ല സംഭവിച്ചിരിക്കുന്നത് കൊച്ചെ, ഇത് ആരോ തല്ലിയല്ല തിരിച്ചൊടിച്ചിരിക്കുന്നതാണ് കൈ. ഒരിക്കലും ഇത് ബൈക്കിൽ നിന്ന് വീണതല്ല, ഇത് തിരിഞ്ഞതാണ്, ഈ കൈ തിരിഞ്ഞു പോയതാണ്. അപ്പൊ ഇതിനിടയിൽ എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനൊരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും, എന്നാലേ കൈ തിരിഞ്ഞു വരത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി 10-30,000 രൂപ വേണം. രേവതിയും ലക്ഷ്മിയും ദേവും ഒക്കെ ഓടി നടക്കുക. പിന്നെ ഡോക്ടറുടെ കൈയും കാലും പിടിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, ഇപ്പൊ EMI പോലത്തെ സംവിധാനങ്ങളുണ്ട്, ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ കയ്യിലുള്ളത് കെട്ടിയിട്ട് പതിയെ അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ഇവരുടെ വിഷമം കണ്ടിട്ട്. അപ്പോഴാണ് രേവതിയോട് കാര്യങ്ങളൊക്കെ ഡോക്ടർ തുറന്നു പറയുന്നത്. ഇങ്ങനെയാണ് സംഭവം, ഇതാരോ തിരിച്ചൊടിച്ചത് തന്നെയാണെന്ന്. ഏതായാലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി ചോദിക്കുന്നത്, ശരത്തിനോട് എന്താടാ പറ്റിയെന്ന് ചോദിക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം. ഇത് ഒരിക്കലും ബൈക്കിൽ നിന്ന് വീണതല്ല, സത്യം പറയടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശരത്ത് പറയാണ്, വേറെ ഒന്നുമല്ല രേവതി ചേച്ചി സംഭവിച്ചത്, അത് പിന്നെ ഞാൻ ഒരു ചെറിയ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിക്കും ദേഷ്യം വന്നിട്ട്. ലക്ഷ്മി പറഞ്ഞു, എന്ത് വഴക്കാണോ നീ ഉണ്ടാക്കി, നിനക്ക് എന്തിന്റെ സൂക്കേടാടാ വഴക്കുണ്ടാക്കാൻ പോയേക്കുന്നവന്, ഇവന് എന്നാത്തിന്റെ സൂക്കേടാ, എന്നിട്ട് വന്ന് കിടക്കുന്ന കണ്ടില്ല, എന്നിട്ട് നീ എന്തിനാണോ നോണ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് ലക്ഷ്മി വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും രേവതി ചോദിക്കും, ആരാ നിന്നോട് ഈ ചതി ചെയ്ത്, നീ ആരാ നിന്റെ കൈ തിരിച്ചൊടിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അത് പിന്നെ വേറെ ആരുമല്ല സച്ചേട്ടനാന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയില്ലേ രേവതി. സച്ചേട്ടനോ? സച്ചേട്ടൻ എന്തിനാ നിന്റെ കൈ തിരിച്ചൊടിക്കണം? നീ എന്താടാ നീ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത്? സത്യമായിട്ടും സച്ചേട്ടനാ രേവതി ചേച്ചി, വേറൊന്നുമല്ല. ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നില്ലേ, അത് വേറെ ആരുടെയും കൂടെയല്ല. ദേ ഒരു പലിശക്കാരനല്ലേ എൻ്റെ കൂട്ടുകാരൻ, അവന്റെ കൂടെ പലിശപ്പിരിവിനാണ് ഞാൻ പോകുന്നത്. എടാ നിന്നോട് ആരാടാ പറഞ്ഞ് പലിശപ്പിരിവൊക്കെ നടത്തി വീട്ടിൽ പൈസ കൊണ്ടുവരാന്? അത് പിന്നെ വേറൊരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാ രേവതി ചേച്ചി ഞാൻ പോയത്. അവിടെ പോയി നിർത്തേണ്ട ഒരു കുഴപ്പമില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, പലിശ പിരിക്കാൻ അവരുടെ കൂടെ പോകുന്നു, എനിക്ക് ഉള്ള പൈസ അവർ തരുന്നു, ഞാൻ ഇങ്ങ് പോരുന്നു. അതിനിടയിൽ മഹേഷ് ഇല്ലേ സച്ചേട്ടന്റെ കൂട്ടുകാരൻ, അയാള് പലിശ തന്നില്ല. അത് മേടിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാലോ, പലിശ മേടിക്കാൻ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ചൂടാകേണ്ടി വരും, ദേഷ്യപ്പെടേണ്ടി വരും, രണ്ട് തല്ല് തല്ലേണ്ടി വരും. ഞാൻ അവനിട്ടൊരു തല്ല് തല്ലി. അന്നും പറഞ്ഞ സച്ചേട്ടൻ എന്നെ തിരിച്ചു തല്ലിയത്, മഹേഷിനെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട്. മഹേഷിനെ തല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചേട്ടൻ നിന്നെ തിരിച്ചു തല്ലിയെന്നോ? അപ്പോഴാ എന്നെ തിരിച്ചു തല്ലി, എന്റെ കൈ തിരിച്ചോടിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും സിമ്പിൾ കേസ്. നമ്മൾ നോക്കിയപ്പം രേവതി നോക്കുമ്പോഴത്തേക്കും മഹേഷിനെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് ശരത്തിനെ എന്തിനു സച്ചി തല്ലണം? അത് ചോദിക്കണമല്ലോ, അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. സ്വന്തം സ്വന്തം ഭാര്യയുടെ ആങ്ങളേനെ എന്തിനു തല്ലി, അത് ചോദിച്ചില്ലെങ്കിൽ മോശമല്ലേ, അത് ചോദിക്കണമല്ലോ. ഏതായാലും ഒരു ഓപ്പറേഷൻ വരെയായി, അത്രയും തിരിച്ചൊടിച്ചു. നമ്മുടെ രേവതിക്ക് സഹിക്കുവോ? വേറൊന്നും ശരത്ത് പറയുന്നുമില്ല. സച്ചിയുടെ അടുത്തേക്ക് അങ്ങ് രേവതി ചെന്നില്ല. രേവതി ചെന്നിട്ട്, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? അപ്പം മദ്യപിച്ചിട്ടുണ്ട് നമ്മുടെ സച്ചി. ടാക്സി സ്റ്റാൻഡിലേക്കാണ് പിന്നെ നമ്മുടെ രേവതി പോയത്. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? നിങ്ങളാണല്ലോ എൻ്റെ അനിയന്റെ കൈ തിരിച്ചൊടിച്ചത്,
ഓഹോ, അപ്പൊ നിങ്ങൾ തന്നെയാണല്ലോ, എന്നിട്ടല്ലേ നിങ്ങൾ വരാതിരുന്ന് അവനെ കാണാനായിട്ട്? കൊള്ളാം സച്ചിയേട്ടാ, കൊള്ളാം. ദേ, ഒരു അനിയനെ പോലെ, സ്വന്തം രക്തത്തിലുണ്ടായ അനിയനെ പോലെ കാണുന്നതല്ലേ. എന്നിട്ട് നിങ്ങൾ എൻ്റെ അനിയനോട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? കൂട്ടുകാരനെ തല്ലിയെന്നും പറഞ്ഞ് സ്വന്തം ഭാര്യയുടെ ആങ്ങളെന്നെ തല്ലാൻ എങ്ങനെയാ സച്ചിയേട്ടാ തോന്നിയത്? അവൻ സച്ചിയേട്ടനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? എൻ്റെ അമ്മ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? എൻ്റെ അനിയത്തെ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? നിങ്ങളുടെ വീട്ടിലൊരു ആളെപ്പോലെയല്ലേ, ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്തല്ലേ സച്ചേട്ടന് ഇപ്പം അവനും അവളും ഒക്കെ കാണുന്നത്. എന്നിട്ട് സച്ചേട്ടൻ എങ്ങനെ ഇങ്ങനെ തോന്നി? കൊള്ളാലോ സച്ചേട്ടൻ കാണിച്ചത് വലിയ മോശമായി പോയി എന്ന് പറഞ്ഞ് രേവതി അങ്ങ് തുടങ്ങിയില്ലേ. സച്ചിക്ക് പറയാൻ പറ്റൂ ഈ കാര്യം? മോഷ്ടിച്ചതിനാണ്, പൈസ മോഷ്ടിച്ചതിനാ തല്ലിയതെന്ന് രേവതി അവിടെ തകർന്നു പോകില്ലേ? അതുകൊണ്ട് സച്ചി അതൊന്നും പറയുന്നുമില്ല. രേവതി എന്ത് ചെയ്തു? വീട്ടിലും ചെന്ന് ഈ കാര്യം അങ്ങ് ഫ്ലാഷാക്കി. നമ്മുടെ രവീന്ദ്രനോടൊക്കെ പറഞ്ഞു, വേറെ ആരുമല്ല തല്ലിയത്, സച്ചേട്ടനാ തല്ലിയതെന്ന്. രവീന്ദ്രൻ വിട്ടുകൊടുക്കുവോ? വീട്ടിലെല്ലാവരും ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. ചന്ദ്രയ്ക്കാണ് ഭയങ്കര സന്തോഷം. ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു അടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ സച്ചി വന്നപ്പോഴത്തേക്ക് രേവതി കരഞ്ഞോണ്ടിരിപ്പുണ്ട്. രവീന്ദ്രൻ ചോദ്യം ചെയ്യാനും തുടങ്ങി. നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദ്യം ചെയ്തു. സച്ചി അവിടെ ഒന്നും മിണ്ടുന്നില്ല. സച്ചിക്ക് മിണ്ടാൻ പറ്റില്ല. സച്ചി മിണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി അവിടെ തീർന്നു. രേവതീനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സച്ചി ഇതെല്ലാം കേട്ട് സഹിച്ചങ്ങ് നടക്കാണ് കേട്ടോ. രേവതി പറയുന്ന കേൾക്കുന്നു, രവീന്ദ്രൻ പറയുന്ന കേൾക്കുന്നു, എല്ലാം കേട്ട് സഹിച്ചങ്ങ് നടക്കുക. ഒരക്ഷരം മറുത്ത് നമ്മുടെ സച്ചി മിണ്ടുന്നില്ല. രേവതിയുടെ ഓരോരോ ക്വസ്റ്റ്യൻസിന് അവനെ ഞാൻ അടിക്കും, നിനക്കെന്താ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്യും എന്നൊക്കെ പറയുന്നതല്ലാതെ ഞാൻ ഇന്ന കാരണത്തിനാണ് ഇതിനാണ് അടിച്ചതെന്ന് പറയുന്നുമില്ല. രവീന്ദ്രന്റെ മുമ്പിൽ പോലും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ശരത്ത് കള്ളനാകും. അതുപോലെ രേവതിയുടെ അമ്മയും ദേവും ഒക്കെ വിഷമിക്കുന്ന അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് സച്ചി അത് പറയാത്തത്. സച്ചി പക്ഷെ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ രേവതി സച്ചിനെ അങ്ങോട്ട് ക്രൂശിക്കുകയാണ് കേട്ടോ. ഒരു എപ്പിസോഡ് മുഴുവൻ അതാണ്, അങ്ങ് ക്രൂശിച്ച് നമ്മുടെ സച്ചിനെ അങ്ങോട്ട് വേദനിപ്പിച്ച് കൊല്ലുകയാണ്. നിങ്ങളെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, നിങ്ങളുടെ മകനെ പോലെയും അനിയനെ പോലെയും ഒക്കെ കാണുന്നതല്ലേ എന്നൊക്കെ പറയുകയാണ്. ഏതായാലും നമ്മുടെ ലക്ഷ്മിയും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ. കാരണം സച്ചി ചെയ്യുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്തിനാന്ന് ആരും തിരക്കുന്നുമില്ല. ശരത്ത് പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ആകെപ്പാടെ അന്തം വിട്ട് നടക്കുകയാണ്. ഏതായാലും നമ്മുടെ സച്ചി എന്തിനാണ് ചെയ്തത്, ഇതെന്തുകൊണ്ടാണ് നമ്മുടെ സച്ചി ഇങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ രേവതി തകർന്നു പോവാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിലാണെങ്കിലോ നമ്മുടെ ചന്ദ്രയ്ക്ക് സന്തോഷമായിട്ട് ചന്ദ്ര വിളിച്ച് കാര്യങ്ങളൊക്കെ ഭാമിയോട് പറയുക, എടീ ഇവിടെ തുടങ്ങിയടി, രണ്ടും കൂടെ പുകില് തുടങ്ങിയടി ഇവിടെ, കാണണ്ട കാഴ്ചയാടി, രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ തന്നെയാ ഇവിടെ. 10 ദിവസം എന്തായിരുന്നു, അങ്ങോട്ട് ആടയും ചക്കരയും പോലെ അല്ലായിരുന്നോ, രണ്ടും കീരിയും പാമ്പിനെയും പോലെയോ. അത് കാണാനാ ഞാൻ കാത്തിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഫോൺ വിളിച്ച് പറയുന്നത് നമ്മുടെ രവീന്ദ്രൻ ഇട്ട് കേൾക്കുന്നുണ്ട്. രവീന്ദ്രൻ ഇത് കേട്ടിട്ട്, നിനക്കിപ്പൊ തൃപ്തിയായാലും എടി, നീ ഒരു തള്ളയാണ് കൂടി, സ്വന്തം മകനും മരുമകളും കൂടെ അടി ഉണ്ടാക്കുന്ന കാണാൻ നോക്കിയിരിക്കുന്ന വൃത്തികെട്ട തള്ളയല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രന്. ഏതായാലും സത്യം നമ്മുടെ രേവതി മനസ്സിലാക്കൂട്ടോ. സത്യം നമ്മുടെ രേവതിയോട് പറയും. ഏതായാലും സത്യം അറിഞ്ഞു കഴിയുമ്പോൾ, അതും നമ്മുടെ മഹേഷാണ് സത്യം പറയുന്നത് രേവതിയോടെ, ഇങ്ങനെയാണ് സംഭവം, ഒരിക്കലും അവനെ സങ്കടപ്പെടുത്തരുത്, വേറെ ഒന്നും കൊണ്ടുമല്ല സച്ചി തല്ലിയത്, അവനിങ്ങനെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്, അവന് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ക്രിമിനലായിട്ട് തന്നെ മാറും, അത് തടയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി തകർന്നു പോവുകയാണ്. സച്ചിനെ അത്രയും ദിവസം ഇട്ട് ഉരുക്കി തീർത്ത നമ്മുടെ രേവതി സച്ചിയോട് എന്ന് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ. സച്ചേട്ട പറ്റിപ്പോയി, സച്ചേട്ട ക്ഷമിക്ക് സച്ചേട്ട എന്നും പറഞ്ഞ് കാല് പിടിക്കുകയാണ്. അപ്പം രേവതിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് കരയുന്ന നമ്മുടെ സച്ചിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ കൂട്ടി ചേർത്തുകൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമുക്ക് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുത് കേട്ടോ. പിന്നെ നിങ്ങൾ രേവതിയുടെയും സച്ചിയുടെ അപ്കമിങ് വിശേഷങ്ങൾ ചോദിച്ച കുറേ പേരുണ്ടല്ലോ. നമ്മൾ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചാനലിൽ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഇട്ടിട്ടുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി എന്ന് നമ്മൾ അപ്കമിങ് വിശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ എന്നോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ റിയൽ സ്റ്റോറി എന്നടിച്ചിട്ട് നയനയുടെയും ആദർശിൻ്റെയും കഥയുടെ പേരൊന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. നമ്മൾ അതിലാണ് നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ പേരെന്താന്ന്. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.